ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള കാഞ്ഞിരപ്പുഴ ഡാം ഇടത് കനാൽ തകർന്നു. 4 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ളം പൂർണ്ണമായും നിലച്ചു. അശ്രദ്ധയുടെയും അനാസ്ഥയുടെയും മകുടോദാഹരണമെന്ന് MLA. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഡാമിനോട് ചേർന്ന ഇടത് കനാൽ തകർന്ന് വെള്ളം ഇരച്ചു കയറി ചെക്ക് ഡാമും പമ്പ് ഹൗസും അടക്കം തകർത്ത ജലം പരന്നൊഴുകിയത്. ഇതോടെ കരിമ്പ, കടമ്പഴിപ്പുറം, ചെർപ്പുളശ്ശേരി, വല്ലപ്പുഴ തുടങ്ങി പഞ്ചായത്തുകളിലേക്കുള്ള ജലവിതാനം പൂർണ്ണമായും നിലച്ചു. കനാലിനോട് ചേർന്ന ഭിത്തിയിലുണ്ടായിരുന്ന ചോർച്ചയാണ് ഈ ദുരന്തത്തിന് കാരണമെന്നും യഥാസമയം വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതും ഇത്തരം അവസ്ഥയ്ക്ക് കാരണമായതെന്നും സ്ഥലം സന്ദർശിച്ച MLA പറഞ്ഞു. ഇവിടെ ഈ ഡാം, ഇത്രയും വലിയ ഡാം, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഡാമാണ് കാഞ്ഞിരപ്പുഴ ഡാം. ആ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ചുമതലയുള്ള എഞ്ചിനീയർ ഇല്ല എന്ന് പറയുന്നത് തികച്ചും അനാസ്ഥയാണ്. മാത്രമല്ല, ഇത്രയും വലിയൊരു അനിഷ്ട സംഭവം ഉണ്ടായപ്പോൾ ഓടിയെത്തേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരുന്ന കാര്യത്തിലും വീഴ്ച വരുത്തി എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അത് മോശമായിപ്പോയി. ഇവിടെ ഈ ഡാമിനെ സംരക്ഷിക്കലാണ് ഉദ്യോഗസ്ഥന്മാരുടെ കടമ. അതിനാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത്. ആ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് വൈകി? അവരുടെ പ്രവർത്തന മേഖലയാണല്ലോ ഈ ഡാമിന്റെ ചോട്. ഡാം എന്ന് പറഞ്ഞാൽ ആ ഡാമിലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന മേഖലയാണ്. ആ പ്രവർത്തന മേഖലയിൽ അവരുണ്ടാകണം. എൻ്റെ ജൂറി സെക്ഷനിൽ ഞാനുണ്ട്. അതുപോലെ ഈ ഡാമിന്റെ ജൂറി സെക്ഷനിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണ്ടേ? ജലദൗർലഭ്യം ജനമനസ്സുകളിൽ ഭയാശങ്കകൾ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏക ആശ്രയമായ കാഞ്ഞിരപ്പുഴ ഡാം കുടിവെള്ള സ്രോതസ്സിലുണ്ടായ ഈ അവസ്ഥ വളരെ ഗൗരവത്തോടും ആശങ്കയോടും കൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഗൗരവമായി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ബലക്ഷയം ഉണ്ടായിട്ടുള്ള ഒരു ഭാഗം, പാർശ്വഭിത്തിക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കനാലുകൾക്ക് പരിശോധിക്കേണ്ടതല്ലേ? ആനുവൽ മെയിൻ്റനൻസ് നടത്തേണ്ടതല്ലേ? അങ്ങനെ ബലക്ഷയം സംഭവിച്ചാൽ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ഉചിതമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടിവെള്ളം കിട്ടാക്കനിയായേക്കാവുന്ന ഈ സാഹചര്യം കണക്കിലെടുത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പുഴ ജലവിധാനത്തിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ ജലവിപത്തുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് എത്തിയതെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അവർ കറക്റ്റ് സമയത്ത് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം ഒഴിവായിരുന്നു. ഇപ്പോൾ അവരൊരു മണിക്കൂർ മുന്നേ എത്തുകയാണെങ്കിൽ ഈ കുടിവെള്ളത്തിന്റെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റിയിരുന്നു. ആ 1 മണിക്കൂർ എത്താത്തതിന്റെ പേരിലാണ് ആ മോട്ടോർ പേരി, അതുപോലെ തന്നെ പൗറോസും കിണറും മണ്ണ് നിറയാൻ കാരണം, കുടിവെള്ളത്തിന് പ്രശ്നം വരാൻ കാരണം. ശരിക്കും ഉദ്യോഗസ്ഥർ അനാസ്ഥയാണ്. എത്ര ഉദ്യോഗസ്ഥർ സംഭവിക്കുന്ന സമയത്ത് ഈ പരിസരത്ത് ഉണ്ടായിരിക്കാനുള്ളതാണ് വസ്തുത. എനിക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. MC ന്യൂസ്, കാഞ്ഞിരപ്പുഴ.